ഇൻഫാം രജത ജൂബിലി ആഘോഷവേദിയിൽ താമരശ്ശേരി ബിഷപ്പിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ റെമിജിയോ സിൻസിനാനിയൽ ഇൻഫാമിന്റെ കരുത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇൻഫാം മതചിന്തകൾക്കതീതമായി കർഷകരെ സംഘടിപ്പിച്ചെന്നും മുഖ്യമന്ത്രി. കർഷകർക്കായി എന്നും ശബ്ദമുയർത്തുന്ന ഒരു പോരാളി കൂടിയായി അറിയപ്പെടുന്ന താമരശ്ശേരി രൂപതയുടെ അഭിവന്ദ്യ അധ്യക്ഷൻ മാർ റെമിജിയോ സിൻസിനാനിയൽ കർഷകരെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാനും ബോധവൽക്കരിക്കാനും സഭ കാണിക്കുന്ന താല്പര്യം അഭിനന്ദനാർഹമാണ്. സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പരിഗണിച്ചാണ് ഇൻഫാം ചെയർമാൻ ഫാദർ തോമസ് മച്ചമുണ്ടയിൽ പറഞ്ഞു. അജിത് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. അജിത്ത് വിവരങ്ങൾ. സേതുലക്ഷ്മി അവസാനം പറഞ്ഞതാണ്, അതായത് ഇൻഫാം എന്ന് പറയുന്നത് സഭാ പിന്തുണയുള്ള ഒരു കർഷക സംഘടനയാണ്. ആ സംഘടനയുടെ രജത ജൂബിലി സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത്. ജോസ് കെ മാണിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ എല്ലാം വേദിയിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ ഇൻഫാമിൻ്റെ ദേശീയ ചെയർമാനാണ്. അദ്ദേഹം ഇത്തരത്തിൽ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും സർക്കാർ അനുഭാവമായ നിലപാടാണ് സ്വീകരിച്ചത്. വിവിധ വിഷയങ്ങൾ ഇൻഫാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിലെല്ലാം കൃത്യമായി ഇടപെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ബഫർ സോൺ വിഷയത്തിലാണെങ്കിലും കാട്ടുപന്നിയുടെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഈ തോട്ടംപുരയുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണമായ സമീപനമാണ് ഉണ്ടായത്. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ വിമർശനങ്ങളോ മറ്റൊന്നും ഉന്നയിക്കാതെയുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. അത്തരത്തിൽ ഈ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നടത്തിയ പ്രസംഗവും അത്തരത്തിൽ തന്നെ സർക്കാരിനോട് അനുഭാവപൂർണമായ നിലപാട് സർക്കാർ കർഷകരോട് സ്വീകരിച്ചു എന്ന നിലപാട് തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്ന സംസാരങ്ങളാണ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിൽ ചില വിമർശനങ്ങളടക്കം ഉയർന്നു വന്ന പശ്ചാത്തലങ്ങളുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് സർക്കാരിനെ പുകഴ്ത്തി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് എന്നത് എടുത്തു കാണേണ്ടതാണ്. പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും നിരവധിയായ കാര്യങ്ങൾ, അതായത് സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ സജീവമായി ഇടപെടുകയാണ്, കർഷക മേഖലയിൽ. എന്നാൽ കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിൽ രാജ്യത്ത് കർഷകർക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉള്ളത്. നവ ഉദാരവൽക്കരണ നയങ്ങളാണ് ഈ രാജ്യത്തെ കർഷകരെ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചത്. അതിന് തുടക്കം കുറിച്ചവരും അതിപ്പോൾ തുടരുന്നവരുമുണ്ട്. ഈ തുടക്കം കുറിച്ചവർക്ക് അത് തെറ്റാണെന്ന് പറയാൻ തോന്നിയിട്ടില്ല. ആസിയൻ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലും അതാണ് അവരുടെ നിലപാട്. അത് തെറ്റാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുൾപ്പെടെ പറയുന്നു. അതോടൊപ്പം തന്നെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടതുപോലെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വേദിയിൽ നിന്ന് സംസാരിച്ചത്. അവിടെ ഓരോരുത്തരെയും അദ്ദേഹം പേരെടുത്ത് അവരുടെ സംഭാവനകൾ എണ്ണിപ്പറയുന്ന തരത്തിലായിരുന്നു പ്രസംഗം. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇൻഫാം രജത ജൂബിലി ആഘോഷവേദിയിൽ താമരശ്ശേരി ബിഷപ്പിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ.